നമ്മുടെ നാട്ടിൽ ധാരാളം പക്ഷികളുണ്ട്. ചിലപ്പോൾ അവയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇവയ്ക്ക് എങ്ങനെയായിരിക്കും ഈ പേര് കിട്ടിയതെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാത്തവരായി ആരും ഉണ്ടാവില്ല, അല്ലേ? പക്ഷികളുടെ പേരുകളിലെ പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്തിയാലോ? അങ്ങാടിക്കുരുവി. തെരുവിലും അങ്ങാടിയിലും സാധാരണ കാണപ്പെടുന്നത് കൊണ്ടാവാം ഈ പക്ഷിക്ക് അങ്ങാടിക്കുരുവി എന്ന് പേര് വരാൻ കാരണം. ഓലേഞ്ഞാലി, ഓലത്തുമ്പത്ത് ആടിക്കളിക്കുന്ന പക്ഷി. മരം കൊത്തി. മരങ്ങൾ കൊത്തിത്തുളച്ച് പൊത്തുണ്ടാക്കുന്ന പക്ഷി ആയതുകൊണ്ടാണ് ഈ പക്ഷിക്ക് മരം കൊത്തി എന്ന പേര് വന്നത്. തൂക്കണാം കുരുവി. തെങ്ങിൻ്റെയും പനയുടെയും മറ്റും ബലമുള്ള ഓലത്തുമ്പിൽ തല കീഴായി തൂക്കിയ കൂടുകൾ ഉണ്ടാക്കുന്നവയാണ് ഈ പക്ഷി. കത്രിക പക്ഷി. വാലിൻ്റെ അറ്റത്ത് കത്രികയുടെ രൂപം ഉള്ളതുകൊണ്ടാണ് ഈ പക്ഷിക്ക് കത്രിക പക്ഷി എന്ന പേര് വന്നത്. മലമുഴക്കി വേഴാമ്പൽ. വളരെ ഉറക്കെ കാട് മുഴങ്ങുന്ന മട്ടിൽ കരയുന്ന പക്ഷി. അതുകൊണ്ടാണ് ഈ പക്ഷിക്ക് മലമുഴക്കി വേഴാമ്പൽ എന്ന പേര് വന്നത്. കുളക്കോഴി. കുളക്കരയിലും വയലുകൾക്ക് സമീപവും താമസിക്കുന്ന ഇവയ്ക്ക് കോഴിയുടെ സാദൃശ്യമുണ്ട്. ആനറാഞ്ചി പക്ഷി. സ്വന്തം ശരീര വലിപ്പത്തേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള പക്ഷികളോട് നേർക്കുനേർ നിന്ന് പോരാടാൻ വരെ ധൈര്യമുള്ള ഒരു പക്ഷിയായതിനാൽ ആനറാഞ്ചി എന്ന പേര് വന്നു. കാലൻ കോഴി. മരണത്തിൻ്റെ ദേവനായ കാലൻ വരുന്നതിൻ്റെ മുന്നറിയിപ്പായി ഇവയുടെ ശബ്ദത്തെ കരുതുന്നതിനാൽ മൂങ്ങയ്ക്ക് കാലൻ കോഴി എന്ന പേര് വന്നു. അരിപ്രാവ്. പക്ഷിയുടെ പുറത്തും മറ്റുമുള്ള വെള്ളപ്പുള്ളികൾ അരിവിതറിയതുപോലെ തോന്നുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. കരിങ്കൊക്ക്. കറുത്ത നിറം ഉള്ളതിനാൽ ഈ പേര് വന്നു. കരിയിലക്കിളി. മണ്ണിലും കരിയിലകൾക്കിടയിലും പരതി കിട്ടുന്ന കീടങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഈ കിളിക്ക് കരിയിലക്കിളി എന്ന പേര് വന്നു. ആട്ടക്കാരൻ പക്ഷി. പകൽ മുഴുവനും വിശറി പോലുള്ള വാൽ ഉയർത്തി ആടുകയും കൂടെ കൂടെ വാൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാറുണ്ട്. ഇപ്രകാരം ആടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആട്ടക്കാരൻ പക്ഷി എന്ന പേര് വന്നത്. ആൽക്കിളി. ആൽവർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ വിത്തുകൾ പ്രിയപ്പെട്ട ആഹാരമായതുകൊണ്ടാവും ആൽക്കിളി എന്ന പേര് ഈ പക്ഷിക്ക് വന്നത്. കമ്പിവാലൻ കത്രിക. വാലിൻ്റെ അറ്റത്ത് കമ്പി പോലുള്ള നാരുകൾ ഉള്ളതുകൊണ്ടാവാം ഇങ്ങനെ പേര് വന്നത്. കല്ലുരുട്ടിക്കാട. ചെറിയ പാറകൾ കുത്തിമറിച്ച് അതിൻ്റെ അടിയിൽ അഭയം തേടിയിരിക്കുന്ന ജീവജാലങ്ങളെ ആഹാരമാക്കുന്നു. കല്ലുരുട്ടി മാറ്റുന്ന ഈ പ്രകൃതം കൊണ്ടാണ് ഈ പേര് വന്നത്. കാലിമുണ്ടി. കന്നുകാലികൾക്കൊപ്പമോ മറ്റു സസ്തനികളോടൊപ്പമോ ഇവയെ കാണാം. കന്നുകാലികൾക്കൊപ്പം നിന്ന് അവ അനങ്ങുമ്പോൾ പറക്കുന്ന ചെറുജീവികളെ ആഹാരമാക്കി ജീവിക്കുന്നു. അമ്പലം ചുറ്റി. അമ്പലങ്ങളുള്ള പ്രദേശങ്ങളിൽ ഇവയെ കാണാം. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഭക്തജനങ്ങളെ പോലെ ഈ പക്ഷികളും കൂട്ടം ചേർന്ന് അമ്പലം ചുറ്റുന്നത് കാണാം. കാട്ടുവേലിത്തത്ത. ഇവയുടെ കാൽ വളരെ ചെറുതായതുകൊണ്ട് കമ്പികളിലും ചുള്ളിക്കമ്പുകളിലും മാത്രം പിടിച്ചിരിക്കാൻ സഹായിക്കുന്നവയാകയാൽ നിലത്തിറങ്ങാതെ എപ്പോഴും വേലികളിലും ഇലയില്ലാത്ത മരച്ചില്ലകളിലും മാത്രമേ ഇവയെ കാണാറുള്ളൂ. അതിനാലാണ് വേലിത്തത്ത എന്ന പേര് ഇതിന് ലഭിച്ചത്. കാടുകളിലാണ് ഇത് കൂടുതലായും ജീവിക്കുന്നത്. അതുകൊണ്ട് കാട്ടുവേലിത്തത്ത എന്ന പേരും കൈവന്നു. പക്ഷികളുടെ പേരുകളിലെ പ്രത്യേകതകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.